തൃശൂർ അന്തിക്കാട് സ്വദേശി അഭിഷാന്തിന്റെ ജീവിതം തകർത്ത അപകടം നടന്നിട്ട് 1 വർഷം കഴിഞ്ഞു. പക്ഷേ അപകടമുണ്ടാക്കിയ വാഹനം ഇന്നും കാണാമറയത്താണ്. കൊരട്ടി മേൽപ്പാലത്തിൽ വെച്ച് പിന്നിൽ നിന്ന് ഒരു കാർ ഇടിച്ചു എന്നാണ് കുടുംബം പറയുന്നത്. അജ്ഞാത വാഹനം ഇടിച്ചെന്ന് എഫ്ഐആർ ഇട്ട പോലീസ് ഇപ്പോൾ ആ നിലപാട് മാറ്റി. 2023 നവംബർ 15-നായിരുന്നു അത് സംഭവിച്ചത്. തൃശൂർ അന്തിക്കാട് സ്വദേശിയായ അഭിഷാന്തും സുഹൃത്ത് യദുകൃഷ്ണനും സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ കൊരട്ടിയിൽ വെച്ച് അവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനെ ഒരു കാർ ഇടിച്ചു തെറിച്ചു വീണ ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റു. 2 മാസത്തിന് ശേഷം യദുകൃഷ്ണൻ മരിച്ചു. അഭിഷാന്ത് അന്ന് കിടപ്പിലായതാണ്. ഇതുവരേക്കും സ്വാഭാവികമായൊരു ജീവിതത്തിലേക്ക് അഭിഷാന്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രദേശത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറഞ്ഞ വിവരമനുസരിച്ച് കൊരട്ടിയിൽ വെച്ച് അഭിഷാന്തും സുഹൃത്തും മറ്റൊരു കാറുകാരുമായി വാക്കേറ്റം നടന്നിരുന്നു. ഈ കാർ കൊരട്ടി സെന്ററിൽ വെച്ച് ഇവരുടെ സ്കൂട്ടറിനെ പിന്തുടർന്നു എന്നും വിവരം പുറത്തു വരുന്നുണ്ട്. പിള്ളേരല്ലേ ഇവരുടേതായ രീതിയിലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവരും കാണിച്ചിട്ടുണ്ടാവും. വണ്ടി പോലെ പാട്ട് പാടെ കൈ കാണിക്കുക ചെയ്തിട്ടുണ്ടാവും. പിന്നെ അത് വെച്ചിട്ട് ഇവർ പിന്നാലെ വന്നിട്ടുള്ളതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ലോക്കൽസ് വല്ലവരും വല്ല രാത്രിയിൽ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ? ഇനി അവരാണെന്നുണ്ടെങ്കിൽ അവരറിയാൻ പറ്റില്ല. ഈ ലോക്കൽ എന്തായാലും പറയും, ലോക്കലത്തെ ലോക്കലൊക്കെ അറിയാൻ പറ്റില്ല അവിടുത്തെ. ഇനി അവരെങ്ങാനും ഇത് പേടിച്ചിട്ട് മറച്ചു വയ്ക്കാനാണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇവർ കൊരട്ടിന്ന് മേൽപ്പാലത്തേക്ക് കടക്കാൻ കാരണക്കാരാ വാഹനമാണ്. അവരെ പേടിച്ചിട്ട് വിളിച്ചപ്പോൾ ഒരു ഫോൺ എടുത്തു. അപ്പോൾ പറഞ്ഞ് എപ്പോഴും വിളിക്കാൻ മതി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരൊന്നും കോണ്ടാക്ട് ചെയ്യൊന്നുമില്ല. അപ്പോൾ ഏകദേശം അവിടെ അടുത്തുപുറത്തുള്ള ആളുകളാണോ എന്നൊക്കെയാണ്. ഏതെങ്കിലും രാത്രി നടത്തക്കാരോ അല്ല കൂട്ടുകെട്ടായിട്ട് നടക്കുന്ന ആളുകളൊക്കെ ആണെന്ന് അറിയില്ല പരിപാടി. പിന്തുടർന്നു വന്ന വാഹനം തന്നെയാണ് സ്കൂട്ടറിൽ ഇടിച്ചതെന്നാണ് അഭിഷാന്തിന്റെ കുടുംബം വിശ്വസിക്കുന്നത്. അതിനു തക്ക തെളിവുകൾ ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിച്ചു. എന്നാൽ ഇപ്പോൾ ഒരു വാഹനവും ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നാണ് പിതാവ് സതീശൻ പറയുന്നത്. ഈ വണ്ടി എന്നുള്ളത് 100% ഉറപ്പാണ്. അത് നമ്മുടെ മേത്ത് വണ്ടി തട്ടില്ല എന്നുള്ളതല്ല. ഇവർ എന്തുകൊണ്ടാണ് ഈ വടക്കുന്ന് വന്ന് തെക്ക് ഭാഗത്തുനിന്ന് വന്ന വണ്ടി ഇവരെ മേത്തേക്ക് വന്നത്, എന്തിനാ പിന്നാലെ വന്നത്, ആ വന്നതിനൊരു കാരണം വേണ്ടേ? അവർ വണ്ടിയുടെ ഓർമ്മ അടിച്ചിട്ട് നിർത്താന്ന് ശബ്ദം ഉണ്ടാക്കി തെറി വിളിച്ചിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടാണ് ഇവർ നേരെ പോയിട്ടുണ്ട് ഇവർ അടുത്തോട്ട് തിരിഞ്ഞത്. ആ ഒരു കാരണം എന്തിനാണ് ആ വണ്ടി ചെയ്തത് അത് പറയാനുള്ള ആളുകൾ അവിടെ പോയി സ്പോട്ടിൽ പോയി അന്വേഷിച്ചാലും നമുക്ക് അറിയാവുന്നുള്ളൂ. പോലീസിന് തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അപകടത്തെ തുടർന്ന് കടുത്ത ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന 22 വയസ്സുകാരൻ അഭിഷാന്തിന്റെ ചികിത്സ ഇപ്പോഴും തുടരുകയാണ്. ഓർമ്മ ഭാഗികമായി നഷ്ടപ്പെട്ടു. ഇടത് കൈയും തളർന്നു. ഇടയ്ക്കിടയ്ക്ക് അപസ്മാരം പിടിപെടും. വിദേശത്ത് ജോലി ഉണ്ടായിരുന്ന പിതാവ് സതീശൻ മകന്റെ ചികിത്സയ്ക്കായി ജോലി ഉപേക്ഷിച്ച് ഗുരുവായൂരിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ്. അപകടമുണ്ടാക്കിയ വാഹനം ഇപ്പോഴും കാണാമറയത്താണ്. അത് കണ്ടെത്തണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.